അന്ന് അവിടെ രാത്രി വന്നായിരുന്നു. രാത്രി ഒരു 12 മണിയോടെ അടുപ്പിച്ച് വന്നായിരുന്നു 16-ാം തീയതി. അന്ന് രാത്രി വന്നപ്പോൾ ഈ കൊച്ചിനെ മിസ്സിങ് ആണെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ അറിയുന്നില്ല. അന്നേരം ഞങ്ങളന്ന് തിരക്കിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ പപ്പാക്ക് ജെന്നി പോലെ വരുന്ന ആളാണ്. അങ്ങനെ ജെന്നിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിക്കുന്ന ഗുളികയൊക്കെ ഉണ്ടായിരുന്നു. അത് കൊടുത്തപ്പോഴത്തേക്ക് അത് മയക്കമുള്ളതായിരുന്നു. അങ്ങനെ അകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. നേരത്തെ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ഈ കൊച്ചിനെ കിട്ടിയതുമില്ല. അങ്ങനെ അവരുടെ ചേച്ചിയെ ഞങ്ങളെ വിളിച്ച് തിരക്കിയപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഞങ്ങളെ പപ്പാടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. അന്നേരം വിളിച്ചപ്പോൾ അവൾ എന്നെ ഒരുമാതിരി പേടിപ്പിക്കുന്നതൊക്കെ സംസാരിച്ച് നിങ്ങളെ എല്ലാവരെയും ഞാൻ കുടുക്കി പെടുത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ എന്നെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അന്നേരം പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ ഇവർക്ക് അത് മാത്രമല്ല, കുണ്ട്ര സ്റ്റേഷനിൽ ഞങ്ങളടുത്തായാലും ഓരോന്ന് പറയുമ്പോഴത്തേക്ക് 2 സാറുമാരുണ്ട് അവിടെ എന്നാണ് പറയുന്നത്. SI അതുൽ സാറും ശ്രീജിത്ത് എന്ന് പറയുന്ന സാറും ഉണ്ടെന്നാണ് പറയുന്നത്. അവൾ എന്ത് വന്നാലും അവൾ പറയും ഞാൻ അവരെ വിളിക്കും, എല്ലാവരെയും പെടുത്തും. അങ്ങനെ അവൾ എന്തോ പറഞ്ഞാലും അവൾ ആ പോലീസുകാരുടെ പേര് പറഞ്ഞാണ് അവൾ കളിക്കുന്നത്. അവരുടെ നമ്പറുണ്ട്, എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്നൊക്കെ പറയും. അന്നേരം അന്നൊരു ദിവസമായപ്പോൾ രാത്രിയായപ്പം വന്നായിരുന്നു അതുൽ സാറ്, ശ്രീജിത്ത് എന്ന് പറയുന്ന സാറും പിന്നെ വേറെ ഒരു ഡ്രൈവറും വേറൊരാളും കൂടെ വന്നു കഴിഞ്ഞപ്പം വന്നപ്പോൾ പറഞ്ഞ് സിയാദ് എന്തിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തു സാറേന്ന് വെച്ചാൽ പറഞ്ഞ് അത് അവനെ അന്നേരം കിടക്കുമെന്ന് പറഞ്ഞ് അന്ന് അവനെ വിളിച്ചുണർത്തും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഗുളിക കഴിച്ചിട്ട് അവൻ്റെ ഗുളിക കഴിപ്പെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് നിർത്തിത്തരാമെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കയറി വിളിച്ചപ്പോൾ ഇല്ല, ഉറക്കത്തിൻ്റെയും കൂടെ ഗുളികയായതുകൊണ്ട് എണീക്കുന്നില്ലായിരുന്നു ആൾ, നല്ല ഉറക്കമായിരുന്നു. അന്നേരത്തേക്ക് പിന്നെ പോലീസുകാരങ്ങ് അകത്ത് റൂമിൽ കയറി വന്ന് വിളിച്ചപ്പോഴത്തേക്ക് എണീച്ച് എന്തോ സാറേന്ന് ചോദിച്ചാൽ പറഞ്ഞ് നീ ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് ശ്രീജിത്ത് എന്ന് പറയുന്ന സാറും അതുൽ സാറും കൂടെ ഈ ഞങ്ങളവിടെ പെട്ടിയും ഓരോ സംഭവങ്ങളൊക്കെ ഇരുന്നത് പൊതി ഉൾപ്പെടെ തുറന്നു നോക്കുമായിരുന്നു. എന്തുവാന്ന് ചോദിച്ചു. അന്നേരം അമ്മ ചോദിച്ചാൽ അത് എന്തോ സാറേ എല്ലാം ഇങ്ങനെ പരിശോധിക്കുന്നതിന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണ്ടേന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുകയും ചെയ്ത്. പിന്നെ കൊച്ചിനെ കാണാത്തതിനാണോന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞില്ല. പിന്നെ വെളിയിറക്കി അങ്ങ് നിർത്തിയായിരുന്നു. ഞങ്ങൾ പപ്പായെ വെളിയിറക്കി നിർത്തിയപ്പോഴത്തേക്ക് അന്നേരത്തേക്ക് ഞങ്ങൾ എല്ലാവരും പറയുന്നു വയ്യാത്ത ആളാ എന്തിനാ ഇപ്പോൾ കൊണ്ടുവന്നതെന്നൊക്കെ തിരക്കിയപ്പോൾ ഒക്കെ പറയുന്നത് ഇതിപ്പോൾ നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, എന്തെങ്കിലും അറിയണമെങ്കിൽ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു രാത്രി. അങ്ങനെ അന്നേരത്തേക്ക് പിന്നെ അങ്ങ് ജീപ്പിൽ കയറ്റി. അന്നേരം ഞങ്ങൾ 3 പേരും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഈ കാണാതെ പോയ കൊച്ചിൻ്റെ അച്ഛൻ അപ്പുറത്തെ ആയിരുന്നു വീട്. അന്നേരം അവിടെ കിടന്ന് ഉറങ്ങുക. അന്നേരം പിന്നെ അമ്മ പോയി വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞ് നിങ്ങളെ മോനെയല്ലേ കാണാതെ വന്നത്, അച്ഛൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു, എന്നിട്ട് എൻ്റെ ഇക്കായല്ലേ വന്ന് പിടിച്ചോണ്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. അന്നേരം കൊച്ചിൻ്റെ അച്ഛൻ വന്നിട്ട് പറയുന്നു എന്നെ സാറുമാരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചോണ്ട് അവനെ വിടെന്ന് പറയുന്നു. അന്നേരം മറ്റേ ആളടുത്ത് ദേഷിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നു, ആ മാമനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ രാത്രിക്ക് ഈ പെണ്ണും ഉണ്ടായിരുന്നേ ജീപ്പിൽ പെണ്ണ് പിന്നെയും തിരിച്ചു പോയി കോവിലൂക്ക് തിരിഞ്ഞപ്പോഴത്തേക്ക് ഇടിച്ചെന്ന് പറഞ്ഞു. ആ വളവ് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഇടിച്ചെന്ന് പറഞ്ഞു. വണ്ടി നിർത്തി അങ്ങോട്ട് ഇടിച്ചെന്ന് പറഞ്ഞു. ശ്രീജിത്ത് എന്ന് പറയുന്ന സാറാണ് ഇടിച്ചതെന്നും പറയുന്നുണ്ട്. അത് ഞങ്ങൾ അന്നേരം ഓട്ടോ കാത്ത് നിൽക്കുമായിരുന്നു. രാത്രി ആയതുകൊണ്ട് ഓട്ടോയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് ഈ പെങ്കൊച്ചും അച്ചാമ്മയും കൂടെ പോയിട്ട് വന്ന ഓട്ടോയിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അന്നേരം കയറാൻ നിന്നപ്പോൾ ഞങ്ങൾ പപ്പാടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുന്നു. ഫോണൊക്കെ കൊണ്ടുപോയായിരുന്നു. അന്നേരം കോൾ വന്നിട്ട് പറഞ്ഞു നീ വേഗം പാടി, എന്നെ ഇവരൊക്കെ ഇടിച്ചെന്ന് പറഞ്ഞു, പോലീസുകാരെന്നെ ഇടിച്ച് എന്നെ റിമാൻഡ് ചെയ്യുമെന്ന് പറയുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇനിയും ഇടിക്കുമെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ശ്രീജിത്ത് സാറ് വണ്ടി ഇട്ടാണ് ഇടിച്ചത്. അന്നേരം ആ കൊച്ചു പറഞ്ഞെന്ന് പപ്പ കേട്ടോണ്ടിരുന്നേ കൊച്ചു പറഞ്ഞെന്ന് അച്ഛനെ ഒന്നും ചെയ്യല്ലേ, ഇവനെ സിയാനെ ഇടിച്ചോളാൻ പറഞ്ഞെന്ന്. അന്നേരത്തെ പിന്നെ ഞങ്ങൾ കേട്ട് എന്നിട്ട് അവിടെ ചെന്നിന്ന് അന്നേരം ഇവരങ്ങ് ശ്രീജിത്ത് എന്ന് പറയുന്ന സാറ് ഞങ്ങളടുത്ത് അങ്ങ് ചൂടായി. എന്തിനാണ് നിങ്ങളിപ്പോൾ രാത്രി ഇങ്ങോട്ട് വന്നത്? അന്നേരം അമ്മ പറഞ്ഞ് രാത്രി കിടന്നുറങ്ങിയ ആളെ വിളിച്ചോണ്ട് പോയതല്ലേ, അന്നേരം എന്തോ കേസെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞപ്പം അമ്മ അന്നേരം അയാൾ ഒത്തിരി ദേഷിക്കുകയും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ലെന്നോ ഒത്തിരി ദേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അമ്മ തിരിച്ച് ദേഷിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കുള്ള ഇതാന്ന് പറഞ്ഞു.
അന്നേരം ഞങ്ങളാ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, എൻ്റെ ഇക്കായ ഉറങ്ങി കിടന്ന ഇക്കായ, എൻ്റെ ഇക്കായ പിടിച്ചോണ്ട് വന്ന് എന്തിനാന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചൂടായപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അത് എന്താ ഇവിടെ പരാതി കിട്ടി എൻ്റെ അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ചു എന്തോ പരാതി, ഇത്രയും നേരം കൊച്ചിനെ തിരക്കി നടന്നതിനോ കുറ്റം ചെയ്തതെന്ന് ചോദിച്ചു, വേറെ എന്തോ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത് ഇവിടെ പാർവതി പരാതി തന്നിട്ടുണ്ട്, പാർവതിയുടെ അച്ഛാമ്മയും കൂടെ പരാതി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് എന്തുമായാലും എൻ്റെ ഇക്കായെ കൊണ്ടുവന്ന് ശരിയായില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ദേഷിക്കുകയും ചെയ്ത് കരയുകയും ചെയ്തു. അന്നേരം സ്നേഹത്തോടെ പിന്നെ അങ്ങ് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പറഞ്ഞ് അതിനിപ്പം നിങ്ങൾ പേടിക്കണ്ട, അവനെ ഇവിടെ ഒന്നും ചെയ്യത്തില്ല, ക്യാമറയൊക്കെ കിടക്കുക, അന്നേരം അതിന്റെ ഇടയ്ക്ക് വെച്ച് ഒന്നും ചെയ്യത്തില്ല, ചെയ്താലും ഈ ക്യാമറയിലൊക്കെ പതിയത്തില്ല. പിന്നെ പണ്ടത്തെ പോലീസുകാരല്ല ഇപ്പോഴത്തെ പോലീസുകാരെന്ന്. ഇല്ല, വണ്ടി ഇട്ടാണ് ഇടിച്ചത്, കുനിച്ചിർത്തി ഇടിച്ചെന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഉറക്കെ ചോദിച്ചു, ശ്രീജിത്ത് എന്ന് പറയുന്ന സാറാണ് ഇടിച്ചതെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അന്ന് ഞങ്ങള് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പപ്പ പറഞ്ഞായിരുന്നല്ലേ, ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇടിച്ച് എന്ന് പറഞ്ഞു. പേര് പറഞ്ഞില്ലായിരുന്നു. അന്നേരം വീട്ടിൽ വന്നപ്പോഴാണ് കറക്റ്റ് പേര് പറഞ്ഞു. സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞില്ല, അവനെ ഇടിച്ചെന്ന് എന്നെ ചൂണ്ടിക്കാണിച്ച്, അവനെ ഇടിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചു. അന്നേരം പിന്നെ അമ്മ അവിടെ നിന്ന് ഉറക്കെ ചോദിച്ചു ചിക്കായി ഇടിച്ചെന്ന് പറഞ്ഞു, കുഞ്ചിർത്തി ഇടിച്ചെന്ന് പറഞ്ഞു, ഇരുത്തി ഇടിച്ചെന്ന് പറഞ്ഞു. നിർത്തിയില്ലെന്ന് പറഞ്ഞു, ഇടിച്ച് നിർത്തിയില്ല. അന്നേരം ഇനി ഇടിച്ചോ നീ ഞാൻ ചാവുന്നിടം വരെ നീ ഇടിച്ചോളാൻ പറഞ്ഞു. അന്നേരം അവനങ്ങ് ഇടി നിർത്തിയെന്നും പറഞ്ഞു. അന്നേരത്തേക്ക് ഞാൻ ചോദിച്ചു, അന്നേരം അവിടെ നിന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്ത് ഇക്കായ ഇടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചു ഇക്കായ ഇടിച്ചോന്ന് ചോദിച്ചു. അന്നേരം പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് ഞാൻ ചോദിച്ചത്, ഉറക്കെ ചോദിച്ചേ. അന്നേരം ഞാൻ അടുത്ത ആ ഗ്രില്ലിൻ്റെ അടുത്തോട്ട് വന്നു. അന്നേരം ഞാൻ ചോദിച്ചു ഇക്കായ ഇടിച്ചോ? അന്നേരം പറഞ്ഞു എന്നെ ഇടിച്ചു. അന്നേരം വേറെ പോലീസുകാരെ നിൽക്കുന്നു. അന്നേരം നിന്നെ ഇടിച്ചോടാ? ഞാൻ പറഞ്ഞു എന്നെ ഇടിച്ചു സാറേ, എന്നെ ഇടിച്ച് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് പിന്നെ പിറ്റേന്നായപ്പോഴാണ് വിട്ട. അന്നേരം നിങ്ങളിവിടെ നിന്നിട്ടൊരു കാര്യമില്ല, സിയെ വന്നിട്ടേ സിയാനെ വിടത്തോളൂ. ഞാൻ പറഞ്ഞു ഇല്ല, ഇല്ലാതെ ഞങ്ങൾ പോത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇല്ല, നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ല, അവർക്ക് കുറ്റവാ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് അന്ന് രാവിലെ വന്നാൽ അത് എന്തായാലും വിടത്തില്ല, നിങ്ങളിവിടെ നിന്നിട്ടും കാര്യമില്ല, രാവിലെ വിടത്തോളം 8 മണിയാകുമ്പോഴത്തേക്ക് അവന് കാപ്പിയും മേടിച്ച് ബ്രഷും പേസ്റ്റും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ. ഇക്കാക്ക് വേദന ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇക്ക വരുന്നില്ലായിരുന്നു ആശുപത്രി പോകാന്ന് വെച്ചാൽ കാര്യമായിട്ട്. ആദ്യം വാരിയലിന് പൊട്ടലുണ്ടെന്ന് കൊല്ലത്ത് ഡിസ്ട്രിക്ട് ആശുപത്രി ചെന്നപ്പോ പറഞ്ഞു.